മുരുക, ഇവിടെ കൂടിയിരിക്കുന്ന നിങ്ങൾക്കേവർക്കും എന്റെ സ്വാഗതം. എടാ, ഈ കുമാരൻ എവിടെ പോയി കിടക്കുക? നേതാവിനെ അറിയില്ല. ഇന്ന് അവന്റെ അമ്മൂമ്മയുടെ സഞ്ചാരിയാ. എന്തായാലും നമുക്ക് കറക്റ്റ് സമയത്തിന് തന്നെ അവിടെ എത്തണം. ഇല്ലെങ്കിൽ അവൻ നമുക്ക് പാരപണിയും. കർഷക ദിനത്തോടനുബന്ധിച്ച് വാമനപുരം പഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന തെങ്ങുകയറ്റ മത്സരം ഉടനെ ആരംഭിക്കുന്നതാണ്. നാളികേരത്തിന്റെ വിലയിടി. ആ വേലായുധം സ്ഥിരം തെങ്ങുകയറ്റക്കാരനല്ലേ? അയാള് പുഷ്പം പോലെ സമ്മാനം അടിച്ചു മാറ്റില്ലെന്നുള്ള ആശങ്കയുണ്ട്. അയാളെ മത്സരത്തിൽ പങ്കെടുപ്പിക്കായിരുന്നാ പോരെ? മതി. സുഹൃത്തുക്കളെ, അതെങ്ങനെ പ്രസിഡന്റ്? അയാളല്ലേ മത്സരിക്കുന്നത്? എടോ സെക്രട്ടറി, തനിക്ക് ഗോപാലൻ നേരെ അറിയില്ലേ? അതിന് ഞാനൊരു ആപ്പ് വെച്ചിട്ടുണ്ട്. മത്സരത്തിൽ പങ്കെടുക്കുന്നവർ അവരവരുടെ തളപ്പുകൾ കയ്യിൽ കരുതേണ്ടതാണ്. സ്വന്തമായി തളപ്പുകൾ കൈവശമില്ലാത്തവരെ യാതൊരു കാരണവശാലും മത്സരത്തിൽ പങ്കെടുപ്പിക്കുന്നതല്ല. പ്രസിഡന്റിന്റെ ഒരു ബുദ്ധി. തളപ്പ? ഏത് തളപ്പ്? ഈ സൈസ് മത്സരത്തിന് എന്നോട് തളപ്പിന്റെ കാര്യമൊന്നും പറഞ്ഞൊന്നുമില്ല. തെങ്ങ് കയറാൻ തളപ്പൊന്നും അറിയില്ലേ? എറിഞ്ഞുടക്കി വെമ്പറേ. ആഹാ, അപ്പൊ നമ്മൾ ഒതുക്കാനുള്ള പരിപാടിയാണല്ലേ? വേലായതിനോട് ആ സൈസ് കളിയൊന്നും വേണ്ട. പല്ലപ്പിന് വെല്ലുവായുധം. വേലായുധത്തിന് തളപ്പായിട്ട് ഈ സൈസ് സാധനം മതിയടാ മോനെ. നീയാണടാ ആൺകുട്ടി. നാട്ടിന്റെ വാശിയേറിയ തെങ്ങേറ്റ മത്സരത്തിൽ ഒന്നാമതായി ഗോപാലൻ എത്തിയിരിക്കുന്നു. വേലായുധൻ എത്തിയിരിക്കുന്നു. മോളോട്ട് നോക്കണ്ട നേതാവേ. അയ്യേ, ഇതെന്താ മനുഷ്യനെ പാദയാത്രയ്ക്ക് ഫുട്ബോൾ കളിക്കുന്നോ? ഫുട്ബോൾ കളിച്ചെല്ലാം പൂജം. ഞാൻ മന്ത്രിയായി, ആരോഗ്യ വകുപ്പ് മന്ത്രിയായി. വെളുപ്പംകാലത്ത് കാണുന്ന സ്വപ്നം ഫലിക്കുമെന്നാ? ഫലിക്കും. അതിന് പ്രതിപക്ഷം മുഴുവൻ ചത്തൊടുങ്ങണം. ഒരു പക്ഷവും ചത്തൊടുങ്ങണ്ട. നീ നോക്കിക്കോ, ഈ വാമനപുരത്ത് സർവീസ് നടത്താൻ ഒരു ഉടങ്കൊല്ലി ബസ്സെങ്കിലും ഞാൻ ഇറക്കിയിരിക്കും. ഇറക്കും. കഴിഞ്ഞ 6 തവണയായിട്ട് നിങ്ങൾ ഇറക്കുന്നതല്ലേ? അതിൽ ഒരെണ്ണമെങ്കിലും വാമനപുരം നിരത്ത് കടന്നിട്ടുണ്ടോ? കടന്നിരിക്കും. ഇല്ലെങ്കിൽ ഗോപാലൻ നായർ കടത്തിയിരിക്കും. ഈ പഞ്ചായത്തിൽ എത്ര ദൂരം ടാർ ഇടാനുണ്ടെന്നറിയോ? എത്രയാ? 30 കിലോമീറ്റർ. അതിന് ഈ റൂട്ടിൽ ഏതെങ്കിലും ഒരു ബസ് ഓടി തുടങ്ങിയാൽ ഉടനെ ടാറിങ്ങിനുള്ള അപേക്ഷ ഞാൻ കൊടുക്കും. എവിടെ? യാത്രാക്ലേശം കാണിച്ച് ടാറിങ് നടത്തി 1 കിലോമീറ്ററിന് 1.5 ലക്ഷം രൂപയെങ്കിലും ഞാൻ അടിച്ചു മാറ്റും. അങ്ങനെ MLA ആകാനുള്ള മൂലധനം ഞാൻ കണ്ടെത്തിയിരിക്കും. മോഹം കൊള്ളാം. ഇത് വെറും മോഹമല്ല, നടക്കാൻ പോകുന്ന കാര്യം തന്നെയാ. നീ കണ്ടോ? നീ കിടക്ക. വേണ്ട, ഞാൻ തറയെ കിടന്നോളാം. ഒരു മന്ത്രിയായി ആചാരവെടികളോടെ മരിക്കണമെന്നാണ് എൻ്റെ ജീവിതാഭിലാഷം. അതിനെല്ലാവരും ഒന്ന് സഹകരിക്കണം പ്ലീസ്. 30 കോടി ദൈവങ്ങളുണ്ട്. എല്ലാവർക്കും ചന്ദനത്തിരി കത്തിക്കാൻ എനിക്കാവില്ല. ഉള്ള പുകയും മണവും കൊണ്ട് എല്ലാവരും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. ആണ്ടവനെ, മുരുക, നിനക്ക് സ്വന്തമായി ഒരു മയിൽവാഹനം ഉണ്ടല്ലോ. അതുപോലെ ഈ ഉള്ളവര് ഒരു അംബാസഡർ സ്റ്റേറ്റ് കാർ അനുവദിച്ച് തരണം. വാമനപുരം റോഡിൽ ഒരു ബസ് ഇറക്കി തരണം. ബസിന്റെ റൂട്ടും എന്റെ കാറിന്റെ റൂട്ടും നീ ക്ലിയർ ആക്കി തരണേ. സ്റ്റേറ്റ് കാറായ നമഃ, സ്റ്റേറ്റ് കാറായ നമഃ, സ്റ്റേറ്റ് കാറായ നമഃ. അങ്ങനെ
എന്തുവാടാ ഇലക്ട്രീഷ്യൻ വന്നോ? ആ വന്ന്. ആ നിന്ന് അനങ്ങുന്ന ജീവി ഏതാടാ? അയ്യോ അമ്മായിച്ചനല്ലേ? ആ രാവിലെ ജോഗിങ്ങിന് ഇറങ്ങിയിരിക്കുക കേളവൻ. ജോലി ഉണ്ടാക്കും. തെങ്ങിന്റെ ഒട്ടിന്ന് മാറി നിൽക്ക്. ഇത്രയും വില കുറഞ്ഞ സാധനം തലയിൽ വീണ് ചത്തുപോയെന്ന ചീത്തപ്പേരോട് കേൾപ്പിക്കണ്ട. അല്ലെങ്കിൽ തന്നെ നിനക്ക് നല്ല പേരാ. വയസ്സ് 10-70 കഴിഞ്ഞു. സ്വന്തം ശവക്കല്ലറയും കെട്ടി കാത്തിരിക്കുക. അവസാനം നാട്ടുകാര് മമ്മി മാമൻ എന്ന ഇരട്ട പേര്. അതെന്താ ഈ മമ്മി മാമൻ? എടാ അത് ഈജിപ്തിലെ രാജാക്കന്മാരുടെ ശവങ്ങളുടെ പേരാ, അല്ലാതെ പെറ്റമ്മയല്ല. അയ്യേ ഇത് ശവം. ശവം. ഓ ഷഷ്ടി പൂർത്തിക്ക് മുമ്പേ ഓരോരുത്തർ തട്ടിപ്പോയി എന്ന വാർത്ത കേൾക്കുമ്പോ കൊതി. അതിനും വേണം ഒരു യോഗം. അങ്ങനെ ഇലക്ഷൻ അല്ല ഇലക്ട്രീഷ്യൻ. വടക്ക് ഭാഗത്തുള്ള വാഴകൾ മുഴുവൻ വെട്ടി നിരത്തി. റോഡിലെ ഗട്ടറുകൾ നികത്താൻ എന്റെ പറമ്പിലെ വാഴകളെ കിട്ടിയുള്ളൂ. ഓ ഈ പ്രതിപക്ഷ പരീക്ഷകളെ കൊണ്ട് ജീവിക്കാൻ മേലെന്നായി. ആ കാണട്ടെ. കാലക്ക് ഇനി 24 മണിക്കൂർ ഈ വേലിക്കൂടി കറണ്ട് ഒഴുകട്ടെ. ഓഫ് ചെയ്യാൻ പ്രത്യേകിച്ച് സ്വിച്ച് ഒന്നും വേണ്ട. തെക്ക് ഭാഗത്ത് വേലിക്കൂടി പോയി ചെക്ക് ചെയ്യ്. പോ. ശരി. ആ കണ്ട് നിക്ക്. ഏ? അതിരാവിലെ തന്നെ അമ്പലത്തിൽ പോയോ? പിന്നല്ലാതെ എവിടെ പോകാനാ? നിങ്ങളുടെ അച്ഛനാണോ? പേര് കഴിഞ്ഞപ്പോ നീയല്ലേടി പറഞ്ഞു ഞാനാണ് അവിടെ തന്റെന്ന്. ഇപ്പൊ അവള് പെറാറായപ്പോ എന്താടി മാറ്റി പറയുന്നത്? മോളുടെ മുമ്പിൽ അനാവശ്യം പറയുന്നു. ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത അറിയോ? വെള്ളിയാഴ്ച. അല്ല, മോളുടെ ജന്മദിനം. ഒരു സ്വയംവര പുഷ്പാഞ്ജലി കഴിപ്പിച്ചു. വെറുതെ എത്രയും കാശ് കളയണ്ടായിരുന്നു. ആ മോളെ, അല്പം വൈകിയാണെങ്കിൽ പോലും മോക്ക് വേണ്ടി ഞാൻ ഒരു PWD എക്സിക്യൂട്ടീവ് എഞ്ചിനീയറെ തന്നെ കണ്ടുപിടിച്ചു. വിവാഹ നിശ്ചയവും കഴിയും. ഇനി ഞാനൊരു MLA ആകണമെങ്കിൽ ഈ വിവാഹം മംഗളകരമായിട്ട് നടന്നേ തീരും. നിങ്ങൾ എത്രാമത്തെ തവണ MLA ആവുന്ന കാര്യം ഇവളോട് പറയുന്നേ? വീണ്ടും ഓർക്കാൻ വേണ്ടി തന്നെയാ പറയുന്നത്. മോളെ, എന്റെ ഏട്ടന്റെ മോൻ പുഷ്പാകരൻ ബ്ലോക്ക് ഡെവലപ്മെന്റ് ഓഫീസർ, ഞാൻ പഞ്ചായത്ത് പ്രസിഡന്റ്. നിന്നെ വിവാഹം കഴിക്കാൻ പോകുന്നവൻ PWD എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ. ഞങ്ങൾ 3 പേരും കൂടി കൈകോർത്ത് പിടിച്ച് ടാറിങ്ങിലൂടെ ലക്ഷങ്ങൾ അടിച്ചു മാറ്റും. ഞാൻ മുതലാളിയാവും. അതിനു വേണ്ടിയാണ് 16 വർഷം ഈ പഞ്ചായത്ത് ഭരിച്ചിട്ടും ഒരൊറ്റ റോഡ് പോലും ടാറിങ് നടത്താതെ ഈ അച്ഛൻ പിടിച്ചു നിന്നത്. മോള് പോക്കോ. അല്ല, ശരിക്കും നിങ്ങൾ MLA ആവോ? ആവും. അങ്ങനൊക്കെ സംഭവിക്കുവോ? സംഭവിച്ചില്ലേ ഗോപാലൻ നായർ സംഭവിപ്പിക്കും. നിങ്ങളുടെ ഒടുക്കത്തെ ഒരു ബുദ്ധി. ഉദാഹരണമായിട്ട് ഇന്ദിരാഗാന്ധി, മാർഗരറ്റ് താച്ചർ, ബേനസീർ ഭൂട്ടോ. അതാ ഞാൻ പറയണത്, രാജ്യം ഭരിക്കാൻ ഏറ്റവും നല്ലത് പെണ്ണുങ്ങളാ. കാരണം എന്താണെന്നറിയോ? മനുഷ്യ, നിങ്ങൾ വർത്താനം പറയാൻ നിൽക്കാണ്ട് ആ തേങ്ങ ഇങ്ങോട്ട് പൊതിച്ചതാ. തേങ്ങ 9ാം വാർഡിലെ കിണറുദ്ഘാടനം ഇന്നാ. പ്രസിഡന്റ് ഇപ്പൊ വരും. ഉദ്ഘാടന സമ്മേളനം ഒക്കെ പറഞ്ഞ് നടന്നോ? ഇവിടുത്തെ കാര്യമൊന്നും നോക്കണ്ട. മുടിയാനൊരു പ്രസിഡന്റ്. ഈശ്വരന് നിരക്കാത്തത് പറയരുത് കമലം. അനധികൃത സ്ഥലത്താണെങ്കിലും ഈ ചായക്കട പണിയാൻ അനുവാദം നൽകിയത് പ്രസിഡന്റ് ഒറ്റ ഒരുത്തനാ. അത് മറക്കണ്ട. ഒന്നും മറക്കണ്ട. ഒക്കെ മുറുകെ പിടിച്ചോ. ഇവിടെ കിടന്ന് കഷ്ടപ്പെടാൻ ഞാനെടുത്തിയുണ്ടല്ലോ. അയ്യോ, അല്ല നമ്മൾ എവിടെ പറഞ്ഞു നിർത്തിയത്? ഭരിക്കാൻ നല്ല സ്ത്രീകളാണെന്നല്ലേ. കാരണം എന്താണെന്നറിയോ? കാരണം ഒന്നും പറയണ്ട ഏട്ടാ, കാര്യം മനസ്സിലായി. ചേട്ടോ, പ്രസിഡന്റോടെ കാത്തുവെപ്പുണ്ട്. വന്നു. വേഗം വാ. അപ്പോഴേ ഞാൻ പോണു കേട്ടോ. താനിവിടെ ചെരച്ചോണ്ടിരിക്കാണോ? ചെറുക്കാതെ പിന്നെന്താ, ഇവൻ കളക്ടർ ഉദ്യോഗത്തിന് പോകുമോ? ഓ, പ്രതിപക്ഷ നേതാവ് ഉണ്ടോ? എല്ലാവരും കൂടി ഇവിടെ സഭ കൂടി ഇരുന്നോ? ദേ ആണുങ്ങൾ 9ാം വാർഡിലെ കിണർ ഉദ്ഘാടിക്കാൻ പോകുന്നു. ജനങ്ങള് പിരിവെടുത്തുണ്ടാക്കിയ കിണറ അവന്മാർ ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നത്. സഖാവെ, അത് കലക്കിയേ പറ്റൂ. പിന്നെ കാലക്കാലം കൂടി ചെന്നാലും മതി. കലക്കോടോ കലക്കും. അവന്മാരുടെ ബസറക്കാനുള്ള ശ്രമം 6 പ്രാവശ്യം ഞങ്ങൾ കലക്കിയതാ. പിന്നെ ഈ കിണറ് ഇതും കലക്കും. കലക്കുക മാത്രമല്ല, ആ കലക്ക വെള്ളത്തിൽ ഞങ്ങൾ മീൻ പിടിക്കുകയും ചെയ്യും. വാടാ രാജപ്പ. അല്ല, എനിക്ക് ഒരു ബാക്കി താൻ തന്നെ ഇവിടെ ഇരുന്നങ്ങ് പഠിച്ചോ. അല്ല, ഓണത്തിന്റെ ഇടയിലെ പൊട്ട് വെച്ചോടോ. രാജപ്പ പഠിക്കാനോ? 9ാം വാർഡിൽ പുതുതായി കുത്തിയ പഞ്ചായത്ത് കിണർ ഉദ്ഘാടനം ചെയ്യുവാൻ ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ ഗോപാലൻ നായരെ സാദരം ക്ഷണിച്ചുകൊള്ളുന്നു. ഈ പഞ്ചായത്തിലെ 9ാം വാർഡിൽ ആദ്യമായി കുത്തിയ പൊതുകിണർ ഭരണപക്ഷത്തിന്റെ സുവർണ നേട്ടമാണെന്ന് ഞാൻ പ്രഖ്യാപിക്കുന്നു. ഒന്നല്ല, 1000 കിണറുകൾ കുത്തി ഈ പഞ്ചായത്തിൽ കിണറുകളുടെ ഒരു മായ പ്രപഞ്ചം സൃഷ്ടിക്കുമെന്ന് ഞാൻ ഉച്ചസ്ഥര ഉദ്ഘോഷിക്കുന്നു. കിണർ കുത്താൻ എവനാര്? കോളക്കമ്പിന് മുതലാളിയാ.
വെള്ളം ഞാൻ കോരിക്കൊണ്ട് ഇതിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കാൻ പോവുകയാണ്. ഔസപ്പിനെ കാണുന്നില്ലല്ലോ, പ്രശ്നമാവോ? അയാള് പ്രതിപക്ഷത്തിന്റെ ആളാ, ഉള്ളമില്ലാത്ത കണക്കാ. പ്രസിഡന്റ് ധൈര്യമായിട്ട് ഉദ്ഘാടിച്ചോ. അതൊന്നും കാര്യമാക്കണ്ട. ഒന്നൊതുക്കി നിൽക്കൂ. എല്ലാവരും വരീൻ വരീൻ. ഇത് കലക്കണവാ. അത്രയൊന്നും വേണ്ട. പഞ്ചായത്ത് പ്രസിഡന്റേക്ക്, നമ്മുടെ പ്രസിഡന്റേക്ക്, കണ്ണിനുടെ പ്രസിഡന്റേക്ക്, സ്വന്തം പ്രസിഡന്റേക്ക്, പഞ്ചായത്ത് പ്രസിഡന്റേക്ക്, നമ്മുടെ പ്രസിഡന്റേക്ക്, വീര പ്രസിഡന്റ് ധീരതയോടെ വലി. ഇതെന്താ പെരുന്തച്ഛന്റെ പാവയോ? പെരുന്തച്ഛന്റെ പാവയൊന്നും അല്ലടോ, ഇത് ഞങ്ങൾ പ്രതിപക്ഷത്തിന്റെ പാരയാ. ഈ കിണർ തന്നെ കൊണ്ട് ഉദ്ഘാടനം ചെയ്യാൻ ഞങ്ങൾ സമ്മതിക്കില്ല. മര്യാദയ്ക്ക് ഉദ്ഘാടനത്തിന് പിന്മാറിക്കോ, അല്ലെങ്കിൽ താൻ വിവരം അറിയും. എടാ കൃമി മത്താപ്പേ, നീ എന്നെ ഭീഷണിപ്പെടുത്തുന്നു. നാട് ഭരിക്കും, കള്ളഗോപാലൻ ഓടി ഒളിക്കും, ഓടി ഒളിക്കും. എന്നാ നീ പാതാളം വരെ പോയിട്ട് വാടാ. നമ്മൾ ബസ്സാപ്പിനെ തള്ളിയിക്കടാ, അവനെ വെറുതെ വിടരുത്.